വിലാപങ്ങളുടെ നടുവിലെ വിശ്വാസ ദൗത്യം, ഇതാണ് ഇന്നത്തെ ഈ മിഷണറി യോഗത്തിലെ ചിന്താ വിഷയം. ആരാണ് ഈ യിരെമ്യ പ്രവാചകൻ? ഈ പ്രവാചകൻ വിലപിക്കുന്ന പ്രവാചകൻ അഥവാ വീപ്പിംഗ് പ്രോഫറ്റ് ഓർ ലമൻറ്റിംഗ് പ്രോഫറ്റ് എന്നാണ് പൊതുവെ നാം അറിയുന്നത്. പ്രവാചകൻ കരഞ്ഞ് കലഹിക്കുകയാണ്. 40 സംവത്സരക്കാലം നീണ്ടുനിന്ന തൻ്റെ പ്രവാചക ശുശ്രൂഷയിൽ ഉടനീളം വിലപിക്കുകയും നിലവിളിക്കുകയും കരയുകയും അതിലൂടെ തൻ്റെ കലഹം സമൂഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഈ പ്രവചന പുസ്തകം മുഴുവനായി വിലാപങ്ങൾ ഉൾപ്പെടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യിരെമ്യാവിൻ്റെ പ്രവചനം മത, രാഷ്ട്രീയ, സാമൂഹിക ഇടങ്ങളിൽ പുതിയൊരു ജീവിതത്തിനായുള്ള രോദനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യിരെമ്യ പ്രവചനത്തിൻ്റെയും വിലാപങ്ങളുടെയും രചയിതാവായി കരുതപ്പെടുന്ന യിരെമ്യാവെന്ന പ്രവാചകൻ ദൈവാലയത്തിൽ വരുന്നവരോട് പങ്കുവെക്കുന്ന ദൈവവചനമാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഇതിവൃത്തം തന്നെ. ദൈവാലയ പ്രസംഗം അഥവാ ടെമ്പിൾ സെർമൺ എന്നാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത്. ഈ പ്രവചനം ഒരു പുതിയ മത, രാഷ്ട്രീയ ജീവിതത്തിനായുള്ള ധീരമായ നിലപാട് തന്നെയാണ്. യിരെമ്യാവെന്ന പ്രവാചകൻ വീട്ടുതടങ്കലിനും കാരാഗ്രഹവാസത്തിനും വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹം നിന്ദിതനായി, കരണത്തടിയേറ്റു, ആഴമുള്ള കിണറ്റിൽ എറിയപ്പെട്ടു, തൻ്റെ വചനങ്ങളെ അഗ്നിക്കിരയാക്കി, ഏറെ വേട്ടയാടപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, 40 വർഷം നീണ്ടുനിന്ന പ്രവാചക ശുശ്രൂഷയിൽ വിജയത്തിൻ്റെ ഒരു തരി പോലും അദ്ദേഹം കണ്ടില്ല. പരാജയനെന്ന് പറയാവുന്ന വിധത്തിലായിരുന്ന പ്രവാചകൻ പ്രവാസത്തിൽ പോയി മരണപ്പെടുകയും ചെയ്തു. എന്നാൽ തൻ്റെ വചനങ്ങളിൽ ഒരു വാക്കുപോലും ഏത് ഭീഷണിക്ക് മുൻപിൽ അദ്ദേഹം പിൻവലിച്ചിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാരണം തൻ്റെ നിയോഗവും തൻ്റെ നിലപാടും സുരക്ഷിതത്വവും വിജയവും നോക്കി പരുവപ്പെടുത്താവുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. തൻ്റെ വാക്കുകൾക്ക് ആരും ചെവി കൊടുക്കാതിരുന്നത് മൂലം പരാജിതനാണെന്ന് തോന്നാമായിരുന്ന പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ തുടർന്നത് പ്രധാനമായും 2 കാരണങ്ങളാലാണ്. ഒന്ന്, വിരമിക്കാൻ കഴിയാതെ വണ്ണം തൻ്റെ അസ്ഥികളിൽ ദൈവവചനം എരിഞ്ഞ് ഇറങ്ങിയവനായിരുന്നു ഈ പ്രവാചകൻ. രണ്ടാമതായി, താൻ കലഹിച്ച രാജ്യത്തോടും മതവ്യവസ്ഥകളോടുമുള്ള കൂറും അതിൻ്റെ നന്മയ്ക്കായുള്ള വാഞ്ചയുമാണ് അതിന് വരാവുന്ന അനർത്ഥമോർത്ത് വിലപിക്കാനും കലഹിക്കാനും അദ്ദേഹം പ്രേരിതനായി തീർന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞ് പ്രവാചകൻ്റെ വിലാപത്തിലെ 5 വിരലടയാളങ്ങൾ, ഫിംഗർ പ്രിൻറ്റ്സ്, നമുക്കൊന്നിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഒന്ന്, വിലാപം പ്രതികരണമാണ്. ലമൻറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ റെസ്പോൺസ്. വിലാപം പ്രതികരണമില്ലാത്ത അവസ്ഥയല്ല. വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ ദൈവം വിലമതിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന പ്രതികരണമാണ് നിലവിളിയും വിലാപവും. 1-ാം പുസ്തകം, അവിടെ നാം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഹാബേൽ കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ്. ഹാബേൽ കൊല ചെയ്യപ്പെട്ടത് ആരും കാണാത്തിടത്തും ആരും അറിയാതെയുമാണ്. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, കായിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല.
ഇത് ഹേതുവായി കായിൻ ക്രുദ്ധനായിത്തീരുകയാണ്, കോപിഷ്ഠനായിത്തീരുകയാണ്. അവൻ തൻ്റെ സഹോദരനെ 8-ാം വാക്യത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിളിക്കുകയാണ്, സഹോദര, നമുക്ക് വയലിലേക്ക് പോകാം. നിരപരാധി എന്ന നിലയിൽ ഈ ഹാബേൽ തൻ്റെ സഹോദരനോടൊത്ത് വയലിൽ ചെന്നു. കായിൻ സഹോദരനെതിരെ കയർത്തു, അവനവനെ കൊന്നുകളഞ്ഞു. ഈ കായിനല്ലാതെ ആരും ആ സംഭവം കണ്ടിട്ടില്ല, കായിനല്ലാതെ ആരും അത് കേട്ടിട്ടില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഇവിടെ ഇടപെടുന്നത് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കും എന്നതിൻ്റെ പേരിലാണ്. രക്തത്തിൻ്റെ ശബ്ദം നമുക്ക് നന്നേ പരിചയമുള്ള ഒരു പ്രയോഗമല്ല. അതുകൊണ്ട് തന്നെ ഹാബേലിൻ്റെ രക്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മഹാശബ്ദമായി ദൈവം ഏറ്റെടുക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ ഈ പാരമ്പര്യത്തിൽ ഊന്നിയാണ് ഈ തിരുവചന ഭാഗത്ത്, നാം വായിച്ച തിരുവചന ഭാഗത്ത് തന്നെ പറയുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവം ഏറ്റെടുക്കുന്നത് കുറ്റമില്ലാതെ ചൊരിയപ്പെടുന്ന നിർദോഷികളുടെ രക്തത്തിൻ്റെ ശബ്ദമാണ്. ആരെയും കൊന്ന് കുഴിച്ചു മൂടാനാവില്ല എന്ന പ്രഖ്യാപനമാണ് രക്തത്തിൻ്റെ നിലവിളിയും അതിൻ്റെ ശബ്ദവും. ഒന്നാമതായി പറഞ്ഞു നിർത്തുന്നത്, വിലാപം കേവലം ഒരു കരച്ചിലിൻ്റെ അനുഭവം അല്ല, വിലാപം ഒരു പ്രതികരണമാണ്, വളരെ ശക്തമായ പ്രതികരണമാണ്. ലമന്റ് ഈസ് എ റെസ്പോൺസ് എന്നുള്ള കാര്യത്തിൽ രണ്ട് തർക്കമില്ല. രണ്ടാമതായി, വിലാപം പ്രതിരോധവും പ്രതിഷേധവുമാണ്. ലമന്റ് ഈസ് റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ദൈവഹിതത്തിന് വിരുദ്ധമായി അധികാരശക്തികളോ മതഘടനകളോ തേർവാഴ്ച നടത്തുമ്പോൾ പൊരുതാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്തവരുടെ നിസ്സഹായതയല്ല അവരുടെ വിലാപവും കണ്ണുനീരും. ദുഃഖവും കണ്ണുനീരും അടിമകളാക്കപ്പെട്ടവരുടെ, പീഡിപ്പിക്കപ്പെടുന്നവരുടെ, അതിരുകളിൽ തള്ളപ്പെട്ടവരുടെ പ്രതിഷേധത്തിൻ്റെ അടയാളമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരെ ഞെരുക്കുന്ന അവസ്ഥ ശരിയായുള്ളതല്ല എന്ന തിരിച്ചറിവാണ് വിലപിക്കാനുള്ള പ്രേരണ. ഇത് തങ്ങളുടെ വിധിയാണ് എന്ന് കരുതുന്നവർ നടത്തുന്ന വിലാപമല്ല. ഇതൊരു വിരമിക്കലല്ല. ഫെയ്റ്റലിസം ലീഡ്സ് ടു റെസിഗ്നേഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി വിഡ്രോവൽ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ നിരപരാധികളുടെ ഈ നൊമ്പരങ്ങൾ, ഈ നെടുവീർപ്പുകൾ അവരുടെ ഒരു വിധി എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്നതല്ല, അവരെ പിന്തിരിഞ്ഞു പോകുന്നതല്ല. പിന്നെയോ ദൈവസന്നിധിയിൽ അവരുടെ രക്തത്തിന് വിലയുണ്ട്, അവരുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇപ്പോഴുള്ള അനീതിയും ചൂഷണവും അഭികാമ്യമോ അംഗീകാരയോഗ്യമോ ദൈവഹിതമോ അല്ല എന്ന തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത്. കാരണം ലോകവ്യവസ്ഥകൾ ജനങ്ങളെ മൗനികളാക്കുന്നത് 3 വിധത്തിലാണ്. ഒന്ന് സെഡക്ഷൻ, സൈലൻസിങ്, സ്ലോഗനിയറിങ് എന്ന് പറയും. പ്രലോഭനങ്ങളിലൂടെ മൗനികളാക്കാൻ കഴിയും. അധികാര പ്രയോഗങ്ങളിലൂടെ മൗനികളാക്കാൻ കഴിയും. മുദ്രാവാക്യങ്ങളിലൂടെ മൗനികളാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം മൗനികളായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലോകം മൗനികളായി തീർന്നിട്ടുണ്ട് എന്ന് വരികിൽ, ഇതിലേതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് രഹസ്യത്തിലും പരസ്യത്തിലും നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നുള്ള പല്ലവി പൊതുവെ നാം ഏറെ കാലം കൊണ്ട് കേൾക്കുകയാണ്, കാണുകയാണ്. ആഗോളവൽക്കരണത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അതൊരു പല്ലവിയാണ്, അതൊരു മുദ്രാവാക്യമാണ്. ബലം പ്രാപിച്ചു വരുന്ന അധികാരവർഗത്തിന് പകരം ആരുമില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ പീഡിതരെ, ദണ്ഡിപ്പിക്കപ്പെടുന്നവരെ മൗനികളാക്കാനുള്ള ഉപായങ്ങളാണെന്നെങ്കിലും തിരിച്ചറിയാൻ നമ്മെക്കൊണ്ട് കഴിയേണ്ടിയിരിക്കുന്നു. പ്രലോഭനങ്ങളും
ഭീഷണിയും. രാജ്യസ്നേഹം, മതസ്നേഹ മുദ്രാവാക്യങ്ങളുമൊക്കെ എങ്ങനെയാണ് സമർത്ഥമായി തൽപര കക്ഷികൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പം ശ്രദ്ധ വെച്ച് നാം ചുറ്റും നോക്കിയാൽ മതിയാകും. രാജ്യവിരുദ്ധരെന്ന് മുദ്രകുത്തി മൗനികളാക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള വിദ്യകൾ നാം ആവോളം ദിനംതോറും കണ്ടുകൊണ്ടാണിരിക്കുന്നത്. ഈ നാളുകളിൽ വിലപിക്കാനുള്ള ധൈര്യം കീഴ്പ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് രണ്ടാമതായി നാം പറഞ്ഞു നിർത്തുന്നു, വിലാപം പ്രതിരോധവും പ്രതിഷേധവുമാണ്. എവിടെ കരച്ചിൽ ഉയരുന്നുണ്ടോ, എവിടെ നിലവിളി ഉയരുന്നുണ്ടോ, അവിടെ പ്രതിഷേധത്തിൻ്റെതാണ്, അവിടെ പ്രതിരോധമാണ് തീർക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിരാശയ്ക്ക് കാരണമില്ല. പ്രത്യാശയോടുകൂടെ മുന്നോട്ട് സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയും. മൂന്നാമതായി വിലാപം പ്രത്യാശയും പ്രാർത്ഥനയുമാണ്. ലമന്റ് ഈസ് എ പ്രയർ ആൻഡ് ഹോപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. വിലപിക്കുന്നവരുടെ ദൈവത്തെ വേദപുസ്തകവും പ്രവാചകന്മാരും വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. മിസ്രൈമിൽ ഒരു കൂട്ടം അടിമകൾ ഊഴിയ വിചാരകരുടെ ദണ്ഡനം ഹേതുവായി ആരോടെന്നില്ലാതെ നിലവിളിക്കുമ്പോൾ അത് തന്നോടുള്ള പ്രാർത്ഥനയായി സ്വയം ഏറ്റെടുത്ത് അവരെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ ദർശിച്ചുകൊണ്ടാണ് ഈ വിമോചന ചരിത്രം, പുറപ്പാട് ചരിത്രം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിവുള്ള കാര്യമാണല്ലോ. ലോകത്തിൽ അനാഥരുടെയും അടിമകളുടെയും വിധവകളുടെയും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയെ ഒരു പ്രാർത്ഥനയായി ദൈവം കണക്കിലെടുക്കുന്നു എന്നും അവർക്ക് പക്ഷം ചേർന്ന് പുതിയൊരു ജീവിത പാതയിലേക്ക് നയിക്കുന്നു എന്നതുമാണ് വിലപിക്കുന്നവരുടെ ഏക പ്രത്യാശ. ജനത്തിൻ്റെ കഷ്ടതകൾ കാണുന്ന ദൈവം, സങ്കടങ്ങൾ അറിയുന്ന ദൈവം അവരുടെ വിലാപത്തെ തൻ്റെ ഉത്തരവാദിത്തമായി സ്വയം ഏറ്റെടുക്കുന്നു. പുതിയ രാജ്യം അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ പ്രത്യാശ യേശുതമ്പുരാൻ പങ്കുവച്ചത് നാം മത്തായിയുടെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും ദുഃഖിക്കുന്നവർ അനുഗ്രഹീതർ എന്നുമാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശുതമ്പുരാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ എന്നും വിലപിക്കുന്നവരായി തുടരത്തക്കവണ്ണം അവരുടെ അവസ്ഥയിൽ യേശു കൂടെ നിൽക്കും എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ കൃത്യതയോടുകൂടെ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് യേശു പറഞ്ഞത്. അവരുടെ വിലാപഹേതു തീർക്കുവാൻ ദൈവം ചരിത്രത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവരാജ്യം അവരുടെ ആശ്വാസമാണ് എന്ന് യേശു പ്രഖ്യാപിച്ചു. അവരുടെ ദുഃഖത്തിന്, വിലാപഹേതുവായ അവസ്ഥകൾക്കും നീക്കം വരുത്തും എന്നാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യാശ. വേദപുസ്തകം അവസാനിക്കുന്ന വെളിപാട് പുസ്തകത്തിലും വരുവാനിരിക്കുന്ന രാജ്യത്തിൽ ദൈവം കണ്ണുനീർ തുടച്ചു കളയും എന്ന വാഗ്ദത്തമാണ് എല്ലാവർക്കും പങ്കുവെക്കുന്നത്. വിലാപത്തെ നൃത്തമാക്കുന്നതിലൂടെ ദൈവം വിലാപത്തെ ലഘൂകരിക്കുകയോ നിരാകരിക്കുകയോ അല്ല, മറിച്ച് അതിനെ അതിജീവിക്കുകയാണ് എന്ന വസ്തുത നാം നേരായ മാർഗത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി ഞാൻ പറയട്ടെ, വിലപിക്കേണ്ട വിശ്വാസ സമൂഹം, ലമന്റിങ് കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്. വിലാപമുയരുന്ന ചുറ്റുപാടുകളിലും വിലാപം സൃഷ്ടിക്കുന്ന ശക്തികൾ തേരോട്ടം നടത്തുമ്പോഴും വിശ്വാസ സമൂഹം അതിൽ നിന്നൊഴിഞ്ഞു മാറി മൗനികളായിത്തീരുകയോ വിലാപഹേതുവായി മാറുകയോ ചെയ്യുന്നതാണ് യിരെമ്യാ പ്രവാചകനെ കരയിക്കുന്നത്, കലഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണമേ. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ കലഹിക്കുന്നത്, കരഞ്ഞ് മുറവിളി കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ശക്തികളോട് അവരുടെ തേരോട്ടത്തിൻ്റെ മുൻപാകെ മൗനികളായി മൗനസമ്മതം നൽകി സഭ, അന്നത്തെ സമൂഹം മുന്നോട്ട് പോയതിൻ്റെ കാഴ്ച കണ്ട് യിരെമ്യാവ് വിലപിക്കുകയാണ്, യിരെമ്യാവ് കലഹിക്കുകയാണ്. യിരെമ്യാവ് ദൈവാലയത്തെയും മതജീവിതത്തെയും പരിശോധിച്ചപ്പോൾ കാണുന്നത്
അനീതിക്കും ചൂഷണത്തിനും രക്തച്ചൊരിച്ചിലിനും സഹായമോ മൗനാനുവാദമോ നൽകുന്ന ദൈവാലയ സംവിധാനത്തെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ദൈവാലയത്തിനും വിശ്വാസ സമൂഹത്തിനും വരുവാനിരിക്കുന്ന അനർത്ഥം ഓർത്താണ് കരയുന്നത് എന്ന് നാം ഓർക്കണമേ. ഇപ്രകാരം മൗനാനുവാദം നൽകുകയോ മൗനികളായി തീരുകയോ ചെയ്യുന്നതിലൂടെ പീഡിതർ കൂടുതൽ പീഡിതരായി തീരുകയും സമ്മർദ്ദത്തിലാകുന്നവർ കൂടുതൽ സമ്മർദ്ദത്തിലാകുകയും ചെയ്യുന്നതിന് അന്നത്തെ മതസംവിധാനങ്ങൾ കാരണക്കാരാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യിരെമ്യാവ് വിലപിക്കുന്നത്, യിരെമ്യാവ് കരയുന്നത്, യിരെമ്യാവ് കലഹിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടുന്നതാണ്. ഈ ന്യായപ്രമാണം സംരക്ഷിക്കേണ്ടുന്ന ദൈവാലയം, ആരാധനാ സമൂഹം ന്യായപ്രമാണത്തെ ഇല്ലായ്മ ചെയ്തു അല്ലെങ്കിൽ കാണാതെ പോകുവാൻ ഇടയാക്കി എന്ന് പറയുമ്പോൾ ഈ ദൈവാലയത്തിൻ്റെ ആരാധനാ സമൂഹത്തിൻ്റെ അടിത്തറയാണ് അവർ നഷ്ടപ്പെടുത്തിയത് എന്ന് യിരെമ്യാവ് പറയാൻ ധൈര്യം കാണിക്കുകയാണ്. ന്യായപ്രമാണം നഷ്ടമായി പോയി എന്ന് മാത്രമല്ല, കള്ളന്മാരുടെ ഗുഹ എന്ന ഏറ്റവും രൂക്ഷമായ പരിഹാസം ഉളവാക്കും വിധം അധപ്പതിച്ചു പോയ ആലയവും ആരാധനയുമാണ് പ്രവാചകൻ വിമർശിക്കുന്നത്. ഒരു സെൽഫ് ക്രിറ്റിസിസമാണ് ഇവിടെ പ്രവാചകൻ നടത്തുന്നത്. അത്തരം അവസ്ഥയിൽ പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. ചുറ്റുമുള്ള വിലാപങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉത്തരമാകും വിധം ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ചില മതമുദ്രാവാക്യങ്ങൾ, റിലിജിയസ് സ്ലോഗനറിങ് ഉയർത്തി സംരക്ഷണം ഉറപ്പിക്കാമെന്നത് കേവലം ഒരു മിഥ്യാധാരണയാണ് എന്ന് നാം വായിച്ച ഭാഗത്ത് മനസ്സിലാക്കിയല്ലോ. ഇത് ദൈവത്തിൻ്റെ ആലയം, ഇത് ദൈവത്തിൻ്റെ ആലയം, ഇത് ദൈവത്തിൻ്റെ ആലയം എന്ന് ഉരുവിട്ടുകൊണ്ട് ഒരു സ്വയസുരക്ഷിതത്വത്തിന് വേണ്ടി മുദ്രാവാക്യത്തിൻ്റെ പിൻബലത്തിൽ അവർ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മഹാമിഥ്യയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ പ്രവാചകൻ യിരെമ്യാവ് അതിനെ ഖണ്ഡിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രക്ഷാമാർഗങ്ങളല്ല തേടേണ്ടുന്നത്. അടിപതറിപ്പോകും വിധം അപകടകരമായ വഴിയിലാണ് വിശ്വാസ സമൂഹം ചരിക്കുന്നത് എന്ന് യിരെമ്യാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമുള്ളതുകൊണ്ട് എന്തും ചെയ്താലും ദൈവം സംരക്ഷിച്ചു കൊള്ളുമെന്ന മിഥ്യാധാരണയെ തകർത്തും കൊണ്ട് ദൈവത്തിലേക്ക് തിരിയാനും പുതുക്കം പ്രാപിക്കാനും പ്രവാചകൻ നിരന്തരം ആവശ്യപ്പെടുകയാണ്. യിരെമ്യാവ് ചെയ്തതുപോലെ യേശുതമ്പുരാനും ദൈവാലയത്തെ നോക്കി കള്ളന്മാരുടെ ഗുഹ എന്ന് വിശേഷിപ്പിച്ചുവെങ്കിൽ ഓരോ കാലത്തും സഭയും ആരാധനാലയങ്ങളും ആരാധനയും എവിടെ എത്തി നിൽക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടുന്നത് വിശ്വാസത്തിൻ്റെ ഒരു നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനുതാപത്തിൻ്റെ വിലാപങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ദൈവാലയങ്ങൾ നെടുവീർപ്പിൻ്റെ ഇടങ്ങളായി മാറണം, കരച്ചിലിൻ്റെ ഇടങ്ങളായി തീരണം, കലഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ ഇടമായി തീരണം. 21-ാം നൂറ്റാണ്ടിലെ സഭ അതിൻ്റെ നിലനിൽപ്പിനെ സാധൂകരിക്കേണ്ടത് മതപരമായ മുദ്രാവാക്യങ്ങളും സംഘടനാ ശക്തിയും വിലപേശൽ തന്ത്രവും രാഷ്ട്രീയ ചങ്ങാത്തവും തെളിയിച്ചുകൊണ്ടല്ല. ഓരോ നിലവിളിയും ഓരോ ഞെരുക്കവും ഓരോ നൊമ്പരവും ആരും നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അതൊരു ക്ഷണക്കത്തായി സ്വീകരിച്ച് ദൈവം തമ്പുരാൻ്റെ മുൻപാകെ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വരികിൽ എവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ ചോദിക്കട്ടെ? എവിടെയാണ് ഈ സഭയുടെ കാലിക പ്രസക്തി എന്ന് ഞാൻ ചോദിക്കുകയാണ്. ദൈവം ഈ കാര്യങ്ങളിൽ സ്വയമേവ ഈ നിലവിളികൾ ഏറ്റെടുക്കുകയാണ്. ഈ ഞെരുക്കങ്ങൾ ഏറ്റെടുക്കുകയാണ്. സഭ ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ മറ്റു ചില സങ്കേതങ്ങളെ എടുത്തുപയോഗിച്ചു. ദൈവവചനത്തിൽ അതിനും അടിസ്ഥാനമുണ്ടല്ലോ. ദൈവം കാണുന്നത് കാണുവാനും ദൈവം കേൾക്കുന്നത് കേൾക്കുവാനും ദൈവം അറിയുന്നത് അറിയുവാനും ഇറങ്ങി വരുമ്പോൾ കൂടെ ചേരാനുമാണ് സഭാമക്കളെ അവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്.
ദൈവം കാണുന്നത് കാണുവാനും ദൈവം കേൾക്കുന്നത് കേൾക്കുവാനും ദൈവം അറിയുന്നത് അറിയുവാനും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ തുനിയുമ്പോൾ അവനോട് പങ്കുചേരുവാനുമാണ് സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നിശ്ചയമായും ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നതായുള്ള കാര്യം ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ നിന്നും കൊണ്ട് വിലപിക്കുന്ന യിരെമ്യാ പ്രവാചകൻ വിശ്വാസികളെ അനുതാപത്തിങ്കിലേക്കും പുതുജീവങ്കിലേക്കും ക്ഷണിക്കുകയാണ്. ദൈവാലയം വ്യാജവാക്കുകളുടെ ഇടമാകരുത് എന്ന് നാം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചുവല്ലോ. സ്വയശോധനയുടെയും സമർപ്പണത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ഇടമായി തീരണം നമ്മുടെ ദൈവാലയങ്ങൾ. ഏറ്റവും പ്രഥമമായി ആരാധനയും ആരാധനാലയവും വിലാപത്തിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഇടങ്ങളായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനയിലും പരസ്യ ശുശ്രൂഷയിലും വിശുദ്ധ കുർബാനയിലും ഏറെ ശക്തീകരിക്കപ്പെടുന്ന അംശം ഈ പറയപ്പെടുന്ന അനുതാപം തന്നെയാണ്. അനുതാപത്തിൻ്റെ അംശമാണ് നമ്മുടെ ആരാധനകളിൽ ഉടനീളമുള്ളത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവസാന്നിധ്യ ബോധവും നമ്മുടെ ചുറ്റുപാടുകളുടെയും നമ്മുടെയും അശുദ്ധിയെക്കുറിച്ചും അരിഷ്ടതയെക്കുറിച്ചുമുള്ള തിരിച്ചറിവുമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നാം കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന് പറയുകയാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ ദൈവാലയത്തിൽ ദൈവദർശനം കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധിയുടെ മുൻപാകെ തൻ്റെ അരിഷ്ടതയെ വെളിപ്പെടുത്തി തൻ്റെ പോരായ്മകളെ താൻ ഏറ്റുപറഞ്ഞ് അനുതാപത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള യെശയ്യാവ് നമ്മുടെ മുൻപാകെ ഒരു ഉദാഹരണം വരച്ചു കാട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ വലിയ ഒരു ശ്രദ്ധാവിഷയമാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. അത് നാം സസൂക്ഷ്മം പഠിക്കുമ്പോൾ എവിടെ അനുതാപത്തിൻ്റെ ഒരു കണ്ണുനീർ പൊഴിക്കാൻ ഇടമുണ്ട്, എവിടെ നമ്മുടെ അരിഷ്ടതയെ സമ്മതിക്കാൻ ഇടമുണ്ട് എന്നുള്ളത് നാം ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാന ചോദ്യം അനുതാപം രൂപാന്തരത്തിൻ്റെ പിറവി അറിയിക്കുന്ന നിലവിളിയാകുന്നുണ്ടോ എന്നതാണ്. നമ്മുടെ ആരാധനയിലെ അനുതാപം ഒരു പരിപാടിയോ ക്രമമോ മാത്രമായി മാറുന്നുവോ എന്ന സംശയം കൺഫെഷൻ അഥവാ കുമ്പസാരം എന്ന കൂദാശയെ കുറെ കൂടെ ഗൗരവമായി ഏറ്റെടുക്കാനുള്ള ഒരു മുഖാന്തരമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാം ഇവിടെ 4-മതായി അവസാനിപ്പിക്കുന്നത് വിലപിക്കേണ്ട വിശ്വാസ സമൂഹം ഇന്ന് എന്ത് ചെയ്യുന്നു, ഇന്ന് എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ശീഘ്രം അവസാനിപ്പിക്കട്ടെ. 5-മതായി വിലാപം സ്വകാര്യമായ ഒരാരാധന അനുഭവമായിരിക്കുമ്പോൾ തന്നെ അതൊരാരാധന ഭാഷ കൂടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ ലിറ്റാർജിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് എ ലാംഗ്വേജ്. അതുകൊണ്ട് ഈ വിലാപം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആരാധനാനുഭവമാണ്. എന്നാൽ ഈ അനുതാപം തന്നെ, ഈ വിലാപം തന്നെ, ഈ നെടുവീർപ്പ് തന്നെ ഒരു ഭാഷയാണ് എന്ന് നാം ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന ചുറ്റുപാടുമുള്ള ഞെരുക്കങ്ങളും നിലവിളികളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷ മധ്യേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് മാറത്തടിച്ച് മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ അപേക്ഷ ഒരു വ്യക്തിഗത അപേക്ഷയല്ല, സഭ മാറത്തടിച്ച് നിലവിളിക്കുന്ന നേരമാണ് എന്നോർക്കണമേ. അവിടെ കൂടിയിരിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരും നാം ജീവിക്കുന്ന ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഇത്തരത്തിൽ വേദനകളുടെ നടുവിൽ, പീഡനങ്ങളുടെ നടുവിൽ, നെടുവീർപ്പിൻ്റെ നടുവിൽ, രോഗാതുരമായ സമൂഹത്തിന് നടുവിൽ ജീവിക്കുന്ന ജനങ്ങളെ മുഴുവൻ ദൈവസന്നിധിയിൽ മാറോടണയ്ക്കുന്ന സമൂഹമായി മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവമാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ചുറ്റുപാടുകളുടെ നിലവിളികൾ
ഏറ്റെടുത്തുകൊണ്ടാവണം ഇത്തരം നിലവിളിക്ക് നേരെ കണ്ണടച്ചും കൊണ്ട് മാറത്തടിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന് നാം സ്വയം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഈ ജനങ്ങളുടെ മുഴുവൻ വേദന ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് നമുക്ക് കഴിയാതിരിക്കുകയും നമ്മുടെ വ്യക്തിഗതമായ ആരാധനയുടെ ഒരു ആക്ടിവിറ്റിയായി മാത്രം അതിനെ മനോഹരമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വരികിൽ അയ്യോ കഷ്ടം, അതെത്രയോ ദുര്യോഗമാണ് എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, വിലാപം പരാജിതൻ്റെ പിന്മാറ്റമല്ല, പിന്മാറാത്തവൻ്റെ പ്രഖ്യാപനമാണ്, അവൻ്റെ ഉറച്ച നിലപാടാണ് എന്ന് നാം കേട്ടുവല്ലോ. കുരിശിൽ യേശു നിലവിളിച്ചും കൊണ്ട് പ്രാണനെ വിട്ടു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ഈ കസാനുഭ പീഡാനുഭവ നാളുകളിൽ ആ തിരുവചന ഭാഗമൊക്കെ വായിക്കുമ്പോൾ വൈകാരികമാകാത്ത ഒരു മനുഷ്യനും അത് വായിക്കാൻ കഴിയുകയില്ല. അത് കേൾക്കുന്നവർ വൈകാരികമായി തീരുകയാണ്. എന്താണ് നാം വായിക്കുന്നത്? നിലവിളിച്ചും കൊണ്ട് യേശു തമ്പുരാൻ പ്രാണനെ വിട്ടു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലികൾ എന്നുള്ള ഈരടികൾ, ആ അതിസുന്ദരമായ പ്രഖ്യാതമായ ഗാനം നമുക്കൊക്കെ എത്രയോ നാളുകൾ കൊണ്ട് പരിചയമുള്ളതാണ്. ആ ഗാഗുൽത്താ മലയിലെ വിലാപം നിരപരാധിയുടെ തേങ്ങലല്ല, പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ്. ഇതൊരു നിരപരാധിയായ, പാപം ചെയ്തിട്ടില്ലാത്ത ഈ നിരപരാധിയായ യേശുവിൻ്റെ ഒറ്റപ്പെട്ട ഒരു തേങ്ങലല്ല, പിന്നെയോ ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീപ്പിംഗ് പ്രോഫറ്റായി, ലമൻറ്റിംഗ് പ്രോഫറ്റായി യേശു തമ്പുരാൻ കുരിശിൽ കിടക്കുകയാണ്. അത് ഇരകളാക്കപ്പെട്ടവരുടെ നിലവിളി ഏറ്റെടുത്തതാണ്. നിരപരാധികളെയും അതിരുകളിലുള്ളവരെയും വേട്ടയാടുന്നവർക്കെതിരെയുള്ള ധീരമായ ഒരു പോരാട്ടമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കുരിശിൽ നിലവിളിക്കുന്നതായുള്ള സമയത്ത് എ ഗോഡ് ഫോർസേക്കൻ പേഴ്സൺ എന്ന് നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാക്കാനായി ഒരു ശ്രമം നടത്തുമ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് താനൊരു ഗോഡ് ഫോർസേക്കൻ പേഴ്സണായി തീർന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്രൂശിലെ തൻ്റെ വിലാപം ഒരു നിരപരാധിയുടെ തേങ്ങലല്ല, പിന്നെയോ ഇത് ഈ മുഴുവൻ ജനതയുടെയും ഈ അതിരുകളിലുള്ളവരുടെയും വേട്ടയാടുന്നപ്പെടുന്നവർക്കെതിരെയുള്ള വലിയ പിടിച്ചു നിൽപ്പാണ്, ധീരമായ പോരാട്ടമാണ് എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഈ വിലാപങ്ങൾ, നെടുവീർപ്പുകൾ ചെന്ന് തീരുന്നത് കല്ലറയിലല്ല, ഉദയത്തിലാണ്. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അത് ജനനപ്പെരുന്നാളെങ്കിലും നാം പറയും. അതുപോലെ തന്നെ ഉദയത്തിൻ്റെ മഹാപെരുന്നാളാണല്ലോ ഉയർപ്പ് പെരുന്നാളെന്ന് പറയുന്നത്. അത് നിശ്ചയമായും കല്ലറയ്ക്ക് വെളിയിൽ ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെയാണ് ഈ നെടുവീർപ്പ്, അവിടെയാണ് ഇത് റിവാർഡ് ചെയ്യപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കല്ലറയ്ക്കൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന മറിയെ പുതുയുഗത്തിൻ്റെ പ്രഘോഷകയാക്കി തീർക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചെന്ന് പറവീനെന്നും പറഞ്ഞ് ഈ സ്ത്രീകളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ 40 നീണ്ട സംവത്സരക്കാലം നെടുവീർപ്പോടുകൂടെ വീപ്പിംഗ് പ്രോഫറ്റായി, ലമൻറ്റിംഗ് പ്രോഫറ്റായി, വിജയത്തിൻ്റെ ഒരു തരി പോലും കാണുവാൻ നിർവാഹമില്ലാതെ പ്രവാസത്തിൽ ജീവിതം അവസാനിച്ചു എന്ന് നാം എഴുതി തള്ളുന്ന ഈ പ്രവാചകനുണ്ടല്ലോ, അവൻ യേശു തമ്പുരാൻ്റെ നിഴലായി പഴയ നിയമത്തിൽ തിളങ്ങി ശോഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കുരിശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നെഞ്ചു പിളർക്ക് നിലവിളിക്കുന്നതായുള്ള സമയത്ത് ഈ പഴയ നിയമത്തിലെ ഈ പ്രഖ്യാതമായിരിക്കുന്ന ഈ യെരമ്യാ പ്രവാചകൻ അവൻ എങ്ങനെ ഒരു വീപ്പിംഗ് പ്രോഫറ്റായിരുന്നു, ലമൻറ്റിംഗ് പ്രോഫറ്റായിരുന്നു. അതുപോലെ ലോക ജനതയ്ക്ക് വേണ്ടി ഇവിടെ നിലവിളിക്കുന്ന, നെഞ്ചു പിളർക്ക് കരഞ്ഞു വിലപിക്കുന്നതായിട്ടുള്ള യേശു തമ്പുരാൻ ഈ യെരമ്യാ പ്രവാചകൻ ഒരു നിഴലായി പഴയ നിയമത്തിൽ ശോഭിക്കുകയാണ്. അതിൻ്റെ പ്രകാശനമാണല്ലോ ഈ ഉയർപ്പ് പെരുന്നാളിലൂടെ നാം കാണുന്നത് എന്നുള്ള കാര്യം നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ നിലവിളിക്കുന്ന പ്രവാചകനിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല എൻ്റെ താല്പര്യം.
ഈ നിലവിളിച്ച പ്രവാചകൻ ഇവിടെ ഉയർപ്പിൻ്റെ ആ വലിയ പ്രകാശിതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നിങ്ങളുടെ മുൻപാകെ നൽകിക്കൊണ്ടാണ് ഈ തിരുവചന ധ്യാനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ദൈവത്തിൽ ഭാഗ്യമുള്ള സുവിശേഷത്തിൻ്റെ സത്യസാക്ഷികളെ, ഈ ദൈവവചനം നെഞ്ചിൽ കോറിയിട്ട് ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രഘോഷകരായി പ്രയോക്താക്കളായി നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശുശ്രൂഷിക്കാൻ വിളിച്ചാക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുവരികിൽ നമ്മുടെ സഭാ സമൂഹങ്ങൾ വീണ്ടും ജീവിക്കും. ഈ ഭാരതഭൂമിയിൽ നാം പ്രസക്തരായിത്തീരും. ഈ എതിർപ്പുകളുടെ നടുവിൽ നെഞ്ചു വിരിച്ച് കർത്താവിൽ വിനയഹൃദയത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ സത്യസാക്ഷികളായിട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.